സുല്ലേട്ട, നമ്മൾ നേരത്തെ സംസാരിച്ചു. ഇപ്പോൾ എത്രത്തോളം നാശനഷ്ടം എന്നുള്ളതാണ് കണക്കാക്കിയിരിക്കുന്നത്? നാശനഷ്ടം ഇപ്പം കണക്കാക്കാൻ കഴിയില്ല. കാരണം ഇവരുടെ പിന്നെ ടേൺ ഓവർ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 50 കോടിക്ക് മുകളിൽ നഷ്ടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ നഷ്ടം കണക്കാക്കാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ആരും അങ്ങോട്ട് അതിൻ്റെ അകത്ത് കയറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ടേൺ ഓവർ അനുസരിച്ച് ഞാൻ അന്വേഷിച്ചപ്പം കിട്ടിയത്, ഇപ്പം സ്കൂൾ സീസൺ വരാൻ പോവുകയാണ്. ഇവരാണ് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ യൂണിഫോമിൻ്റെ തുണികൾ എത്തിച്ച് ഇവിടെ വിതരണം ചെയ്യുന്നത്. അതുകൊണ്ട് വലിയൊരു സ്റ്റോക്ക് കത്തിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതിലിപ്പം നമ്മൾ മിഠായി തെരുവിൻ്റെയൊക്കെ അനുഭവം നമുക്ക് മുന്നിലുണ്ട്. അവിടെ ഫയർ ലൈനുകൾ ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ വ്യാപാരം നടത്തുന്ന ആളുകൾ കൂടിയാണ്. അങ്ങനെ ഒരു സംവിധാനം ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ എത്തണം എന്നുള്ള ആവശ്യം നിങ്ങൾക്ക് അല്ല, അതെന്താണെന്നറിയോ, നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന ബീച്ച് ഫയർ സ്റ്റേഷൻ കെട്ടിടം പൊളിച്ചിട്ടുക. അന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് അത് പൊളിച്ചാൽ അതിന് പകരം സംവിധാനം നഗരത്തിൽ തന്നെ നിലനിർത്തണമെന്ന്. ഇവിടെ 1-2 വണ്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ വണ്ടികൾ ഇവിടെ എത്താൻ നേരം വൈകിയത്. വെള്ളിമാടയിൽ നിന്നും മീൻചന്തയിൽ നിന്നൊക്കെ വരേണ്ടി വന്നു. അപ്പോൾ ഈ പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചൊക്കെ നിയന്ത്രിക്കാമായിരുന്നു, ഇതിൻ്റെ വ്യാപ്തി കുറയ്ക്കാമായിരുന്നു. പക്ഷെ അതെത്താത്തത് കൊണ്ടാണ് ഇത് പ്രത്യേകിച്ച് തുണിയായതുകൊണ്ട്. എസ്.എം.സിയിലെ തീപിടുത്തത്തിന് ശേഷം നമ്മൾ വ്യക്തമായി ആവശ്യപ്പെട്ടതാണ്, നമ്മൾ അനുഭവമായിരുന്നു. ഇത്രയും ഫയർ സ്റ്റേഷനുള്ള വണ്ടി അവിടെ വന്നതുകൊണ്ട് തീ അണഞ്ഞില്ലായിരുന്നു. അവസാനം എയർപോർട്ടിൽ നിന്നുള്ള ഒരു കെമിക്കൽ വണ്ടിയും അതേപോലുള്ള എയർപോർട്ടിൽ നിന്നുള്ള ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നൊരു വണ്ടി വന്നിട്ടാണ് അവിടുത്തെ തീ പൂർണ്ണമായും അണച്ചത്. അന്ന് തന്നെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, കോഴിക്കോട് ജില്ലയിലെ ഇത്രയും വലിയൊരു നഗരത്തിൽ ഇതേപോലെ ഒരു വണ്ടിയെങ്കിലും സ്ഥാപിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ദുരന്തം ഇത്ര അധികം അധികരിക്കില്ലായിരുന്നു. കാരണം നിങ്ങൾക്കറിയാം, ഈ 5 നമ്മുടെ ഇവിടുത്തെ ലോക്കൽ വണ്ടിയുടെ പണിയാണ് അവർ എടുക്കുന്നുണ്ട്. അവർ വന്നിട്ടാണ് വീണ്ടും അത് ഇപ്പോൾ നിയന്ത്രണം ചെയ്താൽ മതി, ഒരു സൈഡെങ്കിലും കംപ്ലീറ്റ് നിയന്ത്രണം ചെയ്താൽ മതി. ഇനിയെങ്കിലും ഇവർ ഇതിൽ പഠിക്കണം. ഇതേപോലെ ഒരു വണ്ടി കോഴിക്കോട് നഗരത്തിൽ തന്നെയാണ്. പിന്നെ അതേപോലെ കോഴിക്കോട് നഗരത്തിൽ ഇപ്പോൾ തീ പിടിച്ചാൽ എവിടെ നിന്നാണ് ഫയർ സ്റ്റേഷൻ വരുന്നത്? എവിടെ നിന്നില്ല. കാരണം ബീച്ചിലുണ്ടായിരുന്നത് കംപ്ലീറ്റ് മാറ്റി. ആകെ 2 വണ്ടിയുള്ളൂ. പിന്നെ മാനാജർക്ക് ചുറ്റും വണ്ടി ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കി. ഇപ്പോൾ എവിടെയൊന്നുമില്ല. ഇപ്പോൾ കുറേ ദൂരത്തു നിന്നാണ് വരുന്നത്. 45 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഫയർ സർവീസ് എത്തുന്നുള്ളത്. അത് വളരെ ഒരു പിന്നെ വിഷമകരമായ അവസ്ഥയാണ്. പക്ഷേ അവർ വന്ന ശേഷം വളരെ വൃത്തിയിൽ പണിയെടുത്തു. പക്ഷേ എയർപോർട്ടിൻ്റെ നിങ്ങൾ നോക്കിയാൽ ഇത്തരം ഒരു വണ്ടി കോഴിക്കോട് ജില്ലയിൽ വേണമെന്നാണ് ഞങ്ങൾക്ക് ഇതിൽ ആവശ്യപ്പെടാറുള്ളത്. ഇത് വ്യാപാരികൾ കൂടിയാണ്. അപ്പോൾ നിങ്ങളോട് ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ചില ആളുകളൊക്കെ പറയുന്നുണ്ട് അനധികൃതമായി അത് കെട്ടിപ്പൂട്ടി വെക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത്തരം അനധികൃതമായുള്ള ഇടപെടലുകൾ ഉണ്ടെങ്കിൽ ആ കാര്യത്തിൽ കൂടി ഒരു പ്രശ്നപരിഹാരം സാധ്യമാക്കാൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇടപെടും? അല്ല, അത് കെട്ടിടത്തിൻ്റെ അനധികൃതം എന്ന് പറയുന്നത് കെട്ടിടത്തിൻ്റെ ചില ഭാഗങ്ങൾ മറച്ചതാണ്. അത് സ്വാഭാവികമാണ്. അതൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ പിന്നെ ഈ ബോർഡുകൾ കുറച്ച് മറക്കുന്നതാണ്. അതൊക്കെ കത്തിപ്പോയിട്ട് ഇപ്പം നോക്കുക, അതൊക്കെ കത്തിക്കഴിഞ്ഞു, അതൊക്കെ കത്തി വീണു. എന്നിട്ടും ഇപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കുക. അതൊരു കാരണമാകാം, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.